ഇതും പ്രിലിംസിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഇൻ എ 1400 meter race, John reaches the finishing point at 1 minute and 6 seconds. അതായത് 1 മിനിറ്റും 6 സെക്കൻഡും എന്ന് പറയുമ്പോൾ 66 സെക്കൻഡ് കൊണ്ട് ഫിനിഷ് ചെയ്തു. വൈൽ ജെയിംസ് റീച്ച് ദ ഫിനിഷിംഗ് പോയിന്റ് 77 സെക്കൻഡ്. ഓക്കെ, ആർക്കാണ്? നമ്മുടെ ജെയിംസിന് 77 സെക്കൻഡ് എടുത്തു. ബൈ ഹൗ മച്ച് ടൈം ഡസ് ജോൺ ബീറ്റ് ഹൗ മച്ച് ഡിസ്റ്റൻസ് ഡസ് ജോൺ ബീറ്റ് ജെയിംസ്? ഓക്കെ, നമ്മൾ ആദ്യത്തെ കേസ് എടുക്കാം. ആദ്യത്തെ കേസിൽ നമുക്കിത് വേണമെങ്കിൽ സ്പീഡ് കണ്ടുപിടിച്ചിട്ട് ചെയ്യാം, അല്ലാതെയും ചെയ്യാം. ഞാനിപ്പോൾ സ്പീഡ് കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ആദ്യത്തെ കേസിൽ രണ്ടുപേരും 1400 ഓടിയിട്ടുണ്ട്. രണ്ടുപേരും 1400 ഓടിയിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആണ്. ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആണെങ്കിൽ സ്പീഡിന്റെ റേഷ്യോന്റെ ഇൻവേഴ്സ് ആയിരിക്കും ടൈമിന്റെ റേഷ്യോ. ഓക്കെ, അല്ലെങ്കിൽ ടൈമിന്റെ റേഷ്യോന്റെ ഇൻവേഴ്സ് ആയിരിക്കും സ്പീഡിന്റെ റേഷ്യോ എന്ന് നമുക്ക് എടുക്കാം. അപ്പോൾ ആദ്യത്തെ ആൾക്ക് ജോണിന് 66 സെക്കൻഡ് എടുത്തു. നമ്മുടെ രണ്ടാമത്തെ ആളെന്ന് ഉദ്ദേശിക്കുന്നത് ജെയിംസിന് 77 സെക്കൻഡ് എടുത്തു. ഓക്കെ, അതിന്റെ റേഷ്യോ എടുക്കാൻ പോയി കഴിഞ്ഞാൽ 6:7 എന്ന് പറഞ്ഞു കിട്ടും. ഇത് ടൈമിന്റെ റേഷ്യോ ഇതാണെങ്കിൽ സ്പീഡിന്റെ റേഷ്യോ എത്ര വരും? 7/6 എന്ന് പറഞ്ഞു കിട്ടും. അതായത് ജോണിന്റെ സ്പീഡിന് കറസ്പോണ്ടിങ് ആയിട്ട് 7 വരും. അതുപോലെ തന്നെ ജെയിംസിന്റെ സ്പീഡിന് കറസ്പോണ്ടിങ് ആയിട്ട് 6 വരും. ഇതാണ് അവിടെ നിന്ന് കിട്ടുന്നത്. ഇനി രണ്ടാമത്തെ കേസ്, ബൈ ഹൗ മച്ച് ഡിസ്റ്റൻസ് ഡസ് ജോൺ ബീറ്റ് ജെയിംസ്? നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ജോണിനാണ് സ്പീഡ് കൂടുതൽ, ജെയിംസിന് സ്പീഡ് കുറവാണ്. അങ്ങനെയാണെങ്കിൽ എത്ര ഡിസ്റ്റൻസിന് നമ്മുടെ ജോൺ ജെയിംസിനെ ബീറ്റ് ചെയ്യുമെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ആക്ച്വലി എന്ത് കോൺസ്റ്റന്റാണ്? ടൈം കോൺസ്റ്റന്റ് ആണ് ഞാൻ പറയാൻ കാരണം, ജോൺ ഇപ്പോൾ ഈ ഒരു 1400 മീറ്റർ ഓടി ഇവിടെ എത്തിയെന്ന് വിചാരിച്ചോ. ഓക്കെ, അത് ടി ടൈമിൽ എത്തിയെന്ന് വിചാരിച്ചോ. ആ ടി ടൈമിൽ ജെയിംസ് ഓടി ഇവിടെ വല്ലയിടത്തേ എത്തുള്ളൂ. ഓക്കെ, ആ ഒരു ടി ടൈമിൽ ജെയിംസ് ഓടി ഇവിടെ വല്ലയിടത്തേ എത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ അവർ തമ്മിലുള്ള വ്യത്യാസം ഈ ഒരു ഡിസ്റ്റൻസ് ആയിരിക്കും. അതായത് ഇവിടെ ടൈം കോൺസ്റ്റന്റ് എന്നൊരു കോൺസെപ്റ്റ് മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ടൈം കോൺസ്റ്റന്റ് ആണെങ്കിൽ നമുക്ക് പറയാം ഡിസ്റ്റൻസിന്റെ റേഷ്യോ എന്ന് വെച്ച് കഴിഞ്ഞാൽ d=s/s/t ആണ്. ടൈം കോൺസ്റ്റന്റ് ആണെങ്കിൽ ഡിസ്റ്റൻസിന്റെ റേഷ്യോ സ്പീഡിന്റെ റേഷ്യോക്ക് ഈക്വൽ ആയിരിക്കും. അതായത് നമ്മുടെ ജെയിംസ് കവർ ചെയ്ത ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ജോൺ കവർ ചെയ്ത ഡിസ്റ്റൻസ്, അതുപോലെ തന്നെ ജെയിംസ് കവർ ചെയ്ത ഡിസ്റ്റൻസ്, ഇതിന്റെ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ 7:6 എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, ക്ലിയർലി ഇവിടെ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും 1 യൂണിറ്റ് വ്യത്യാസം ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസിലുണ്ട്. ഓക്കെ, ലാസ്റ്റ് കേസിൽ ജോണ് ഫിനിഷ് ചെയ്യുവാണ് എന്ന് കഴിഞ്ഞാൽ മാത്രമേ അവൻ ആ റേസ് ജയിക്കാൻ പറ്റുള്ളൂ. അതായത് 7 യൂണിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എത്ര എടുക്കാം? 1400 എന്ന് എടുക്കാം. ഓക്കെ, 7 യൂണിറ്റ് 1400 ആണെങ്കിൽ 1 യൂണിറ്റ് എത്ര വരും? 1 യൂണിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1400/7 200 മീറ്റർ എന്ന് പറഞ്ഞു വരും. ഈ 200 ഡിസ്റ്റൻസിനായിരിക്കും ജോൺ ആരെ ബീറ്റ് ചെയ്തിട്ടുണ്ടാകുന്നത്? ജെയിംസിനെ ബീറ്റ് ചെയ്തിട്ടുണ്ടാകുന്നത്. സോ ഇതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്.